അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് നോക്കിയിട്ട് വന്നാലോ. വീഡിയോയിലേക്ക് പോകാം. ഹലോ. അപ്പോൾ നമ്മുടെ 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമായ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയും അതിനകത്തേക്ക് കുറച്ച് കറ്റാർവാഴ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ നല്ല രീതിക്ക് ആവില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഹെയറിൽ നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ആദ്യം എല്ലാ ദിവസത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുടിയുടെ ചെടിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ഡീറ്റാങ്കിൾ ചെയ്തെടുത്ത് ഒരു രീതിക്കുള്ള സ്കാൽപ്പ് മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻവേർഷൻ മെത്തേഡിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്കാൽപ്പിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം പ്രാണായാമം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം കൈ കൊണ്ട് ജടയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് കോമ്പൗണ്ടും ഒന്ന് ജടയെടുത്ത് കളയണം കേട്ടോ. എനിക്ക് നല്ല രീതിക്കുള്ള ഹെയർ ഫോൾ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട എന്ന് പറയുന്നതും നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നതും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടിയുടെ ഫ്രഷ്നെസ് ഒക്കെ മാറ്റി ഹെയറിനെ ഒന്ന് സ്മൂത്താക്കി കണ്ടീഷനാക്കി നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് പ്രൊമോട്ടാക്കാനും സഹായിക്കുന്ന 2 ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ ചലഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. അത്യാവശ്യം നല്ല ഒരു പാക്കാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണല്ലേ. അപ്പോൾ ഇതൊരു ശനി ഞായർ ദിവസങ്ങളിലാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലും സ്കൂളിലൊക്കെ പോകാനായിട്ടും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. അധികം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ടൊരു 10, 15, 20 മിനിറ്റിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എഗ്ഗിൻ്റെയും അലോവേരയുടെ ഒരു പാക്കായിരുന്നു നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്നലെ നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല കണ്ടീഷനിൽ കിട്ടും കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ നല്ല കണ്ടീഷൻ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനത് കെട്ടി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ പാക്കൊക്കെ അപ്ലൈ ചെയ്തു, കുളിച്ച് പിന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്, ഈ ഒരു ഇൻട്രോ സെക്ഷൻ എടുക്കുന്നത്. അഴിച്ചിട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. ഓക്കെ. അതിനു മുമ്പ് വേറെ കാര്യം കാണിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് എടുത്ത ഓയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ്. നമ്മൾ വാങ്ങിയ ഓയിലിൻ്റെ കളർ ഇതല്ല കേട്ടോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ ഫൈനൽ ഓയിലിൻ്റെ കളർ എന്താണ് കിട്ടുക, ഇതുപോലെ നമ്മുടെ സാധാ ഓയിൽ വാങ്ങിയപ്പോൾ ഉള്ള കളർ തന്നെയല്ലേ വീഡിയോയിൽ കാണുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു ഗോൾഡ് കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഈ ഒരു കളർ കിട്ടണം. കാര്യം ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ കാച്ചി പാകമായില്ല എന്ന് പറയില്ലേ. എന്ത് കറക്റ്റ് മലയാളം വേടെന്ന് എനിക്കറിയില്ല. ഈ എണ്ണ കറക്റ്റ് പാകം ആവാത്ത ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതായത് എണ്ണ അതിനകത്ത് സാധനങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തിളച്ചിതായിട്ടില്ല എന്നൊക്കെ പറയില്ലേ. ആ ഒരു സ്റ്റേജ് എത്തില്ല, കറക്റ്റ് പാകം ആവത്തില്ല എണ്ണ. സോ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവും കേട്ടോ. നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഓയിലിൻ്റെ കളറാണെന്ന്, നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള ഒരു എണ്ണയുടെ കളറാണെന്ന് തോന്നും. പക്ഷേ ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ കുപ്പിയിൽ ഒഴിക്കുന്ന ടൈമിലാണ് ഈ ഒരു കളർ നമുക്ക് എക്സാക്റ്റ്ലി കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചു. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തിളപ്പിച്ചു. അങ്ങനെ തിളപ്പിക്കാൻ കാര്യം നമ്മുടെ റോസ്മെരി ലീവ്സ് കരിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇങ്ങനൊരു കളറിൽ കിട്ടും കേട്ടോ. ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾ ചെയ്താലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കിത് കിട്ടും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ബി ഹാപ്പി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5ാമത്തെ ദിവസമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചിൽ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാര്യം നമ്മുടെ ചാനലിനെ വിശ്വസിച്ച് ചലഞ്ചിൽ ജോയിൻ ആവുന്ന ഒത്തിരി ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. സോ ഞാൻ പറയാണ്, കാര്യം എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു നെഗറ്റീവ് കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. ബിക്കോസ് ദിസ് ഈസ് മൈ ചാനൽ ആൻഡ് നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ളവരാണ്. സോ നിങ്ങൾക്കൊരു മോശം കാര്യം പറഞ്ഞു തരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഗൈസ്. ഈ 4 ചലഞ്ചസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു 1 month ചലഞ്ച് ചെയ്തു. അത് ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കിയെന്നേ പറയാൻ പറ്റും. ഒരു 2-3 ദിവസമൊക്കെ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ്. പക്ഷേ അന്ന് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇഷ്ടം എനിക്ക് അന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു മടി പിടിച്ചൊരാഗ്രഹം, അങ്ങനെ പറയില്ല, അങ്ങനത്തെ ഒരു ലെസ്സി മൈൻഡ്.
വിത്ത് ഹോപ്പ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 100 ഡേയ്സ് ഓഫ് ചലഞ്ച്. അതെനിക്ക് തുടക്കം തൊട്ടേ ഫ്ലോപ്പായിരുന്നു. ബിക്കോസ് എനിക്ക് ആകെ വല്ലാത്ത കണ്ടീഷനായിരുന്നു. ഫിസിക്കലി മെൻ്റലി ഒക്കെ ഞാൻ ഡൗൺ ആയിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര മടിയായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്ത ഒരിതായിരുന്നു 100 ഡേയ്സ് ഓഫ് ചലഞ്ച് എന്ന് പറഞ്ഞത്. അത് കാര്യം എനിക്ക് നമ്മുടെ ചാനലിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാനൊക്കെ ആ ഒരു പേര് പറഞ്ഞല്ലേ സ്റ്റാർട്ട് ആക്കിയെന്നുള്ള ഒരു സാധനത്തിൽ പിന്നെ കിട്ടിയ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ലൈക്ക് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നില്ല ആരും നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ബട്ട് പേഴ്സണലി എന്നെ അഫക്റ്റ് ചെയ്ത കുറേ ഫാക്ടേഴ്സ് എനിക്ക് ആ ഒരു ടൈമിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. സോ അത് ഞാൻ അന്ന് റീസ്റ്റാർട്ട് ചെയ്തതായിരുന്നു ആ ഒരു 1 ഇയർ ഹെയർ കെയർ ചലഞ്ച്. വീഡിയോസ് എന്തോ ദൈവിക ഭാഗ്യത്താൽ എനിക്ക് അപ്ലോഡ് ആകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബട്ട് ദിസ് ചലഞ്ച് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ചലഞ്ചിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ബിക്കോസ് ഇത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ്. ഞാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ഇതിന് എനിക്ക് റിസൾട്ട് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ അത്ര എഫേർട്ട് ഇട്ട് അത്ര ജെന്യുവനായിട്ട് ചെയ്യുന്നൊരു ചലഞ്ചാണ്. ബിക്കോസ് ഈ ഒരു ചലഞ്ചിൽ എനിക്ക് മുടി വളർന്നില്ലെങ്കിൽ മുടി വളരില്ല എന്ന ഒരു സാധനത്തിലാണ് ഞാൻ. വളർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ പേഴ്സണലി പറയാലോ, നമ്മൾ ഹെയർ കെയർ ചെയ്താൽ നമ്മുടെ മുടി നമ്മളെ ചതിക്കില്ല ഗൈസ്, നമ്മുടെ കൂടെ തന്നെ വളരും. പക്ഷേ ടൈം എടുക്കും. ചിലർക്ക് പെട്ടെന്ന് വളരും, ചിലർക്ക് കുറേ ടൈം എടുക്കും, പക്ഷേ വളരും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. കാര്യം എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവത്തിൽ ഇതെല്ലാം എനിക്ക് പോസിറ്റീവായിരുന്നു. ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. എനിക്ക് പെട്ടെന്ന് വളർന്ന ടൈമുണ്ട്, ഭയങ്കര ലോ ആയിട്ട് വളർന്ന ടൈമുണ്ട്, വളരുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞ ടൈമുണ്ട്. സോ നമ്മുടെ മുടിയുടെ കാര്യം നമ്മുടെ ശരീരത്തെ പോലെയാണ്. ലൈക്ക് എന്താ പറയുക, പെട്ടെന്നൊരു മാറ്റം ഒന്നിലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ കുറച്ച് കാമായിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ ഈ ഒരു ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വെറൈറ്റി ചലഞ്ചാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹത്തോടെ കൂടെ തന്നെ ചെയ്യുന്ന ചലഞ്ചാണ് കേട്ടോ. കാര്യം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൈസ്, പെട്ടെന്ന് അതെങ്ങനെ പെട്ടെന്നൊക്കെ റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനലിന് ഒരു ലൈവ് വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തമ്പനയിൽ പെട്ടെന്ന് മുടി ഇരട്ടി അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. സോ ഞാൻ അവരുടെ ലൈവ് സെഷൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, ഇതുപോലെ ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെങ്ങനെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എങ്ങനെ മുടി വളരുക, എന്തോ അങ്ങനെയൊന്നും വളരില്ല എന്നൊരു കുറച്ചൊരു ഹാർഷായിട്ടുള്ള രീതിയിലാണ് എനിക്ക് അവർ റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. അത് എനിക്ക് പേഴ്സണലി എന്തോ എൻ്റെ മനസ്സിൽ കൊണ്ടു. പിന്നെ എന്തിനാണ് അവർ തമ്പനയിലിട്ടത് എന്ന് എനിക്ക് ചോദിക്കാൻ അറിയാഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോമാണ് എനിക്ക്, അതുപോലെ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എനിക്ക് അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, എനിക്ക് അതിനുള്ള മറുപടി കിട്ടി, ഞാൻ ഹാപ്പിയായി. ഓക്കെ, ബട്ട് എന്താ പറയുക, എനിക്ക് ഞാൻ ട്രൈ ചെയ്യും. കാര്യം ഒരു വട്ടമെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല ചെയ്യുന്നത്, കിട്ടുമോ എന്ന് നോക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ആകുന്നത്. എന്തായാലും മാക്സിമം നോക്കാം നമുക്ക്. എൻ്റെ കൂടെ കൂടുന്നവർക്ക് കൂടാം, കൂടാത്തവർക്ക് കൂടണ്ട. ലൈക്ക് അല്ലെങ്കിൽ ഒരു 100 ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചലഞ്ചൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. സോ ദാറ്റ്സ് വൈ ഞാൻ ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയത്. സോ നിങ്ങൾക്ക് അത് പോയി റെഫർ ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ.